All right. Assalamu alaikum wa rahmatullahi wa barakatuh. This is session 3 of Zine Academy's phase 2 of Zero to Cybersecurity. Inshallah. Abam, as I said earlier, forgive me. Uh, tonight we'll be hacking in. All right. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പേടിച്ചു. ശരിക്കും ജസ്റ്റ് ഇമാജിൻ നമ്മളാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഉള്ളതെങ്കിൽ ഭയങ്കര പാനിക് മൂഡിലേക്ക് പോയി പോകും. ഓക്കെ, ഈ പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഹാക്ടിവിസം എന്ന് പറയുന്ന വാക്ക് കേട്ടിനോ ആരെങ്കിലും? ഹാക്ടിവിസം, യു ക്യാൻ സേ യെസ് ഓർ നോ ഇൻ ദ ചാറ്റ് ഇൻഷാല്ലാ. ഹാക്ടിവിസം എന്ന് കേട്ടിനോ? What do you think? Hacktivism. Okay, what is activism? Hacktivism, starting with a H. Okay, hacktivism എന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ടിവിസം ബട്ട് ബൈ ഹാക്കിംഗ്. ഓക്കെ, ഉദാഹരണത്തിന് ഈ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ വന്നപ്പം ഇസ്രായേലിലെ ചാനൽസ് ഹാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അവരുടെ സ്ക്രീനിൽ യുവ് ബീൻ ഹാക്ഡ് അല്ലെ, ഫ്രീ ഫലസ്തീൻ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്ന, അതായത് നമ്മൾ അവരിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ആ ലെവലല്ല, ബട്ട് വി ആർ കൈൻഡ് ഓഫ് ഗോയിങ് ടു ഡു ദാറ്റ് ടുഡേ ഇൻഷാല്ലാ. ഓൾറൈറ്റ്, അപ്പം let me open the PDF again. PDF is your friend. All right, always hold tight to this PDF. കാരണം ആ PDF അത്രയും മെറ്റിക്കുലസ്ലി ഉണ്ടാക്കുന്ന ഓരോ കമാൻഡ് ചെയ്ത് എന്ത് വരും അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് any സംശയം, go back to the PDF inshallah. I'll share the I'm sorry, I'll share the screen. I'll share the PDF first. All right, okay. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, PDF കാണുന്നുണ്ടോ? Can I get a yes or no in the chat? കാണുന്നുണ്ടെങ്കിൽ just give me a confirmation, please. Okay, good. Alhamdulillah. All right, so hey, welcome back everyone. ലാസ്റ്റ് സെഷൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സ്കാൻ ചെയ്തു, നമ്മൾ 23 ഓപ്പൺ ഡോഴ്സ് കണ്ടു. നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് റീക്യാപ്പ് പറയാണ്. നമ്മൾ എന്താണ് പഴയ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചതെന്ന് കണ്ടു. അപ്പോൾ എന്താണ് ഈ കോൺസെപ്റ്റ്? നമ്മൾ 2 മെഷീൻ ഉണ്ട്. ഒന്നാമത്തേത് കാലി ലിനക്സ്, അത് നമ്മളുടെ മെഷീനാണ്. രണ്ടാമത്തേത് മെറ്റസ്പ്ലോയിറ്റബിൾ ആണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മെറ്റസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ നിങ്ങളൊരു ഓഫീസിലാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു കോഫി ഷോപ്പിലാണുള്ളത്. നിങ്ങളെ ഫ്രണ്ടിനെ കുറച്ച് അപ്പുറത്തുള്ളൊരു മേശയെ കണ്ടു. അവൻ ഉപയോഗിക്കുന്നത് മെറ്റസ്പ്ലോയിറ്റബിൾ എന്ന് പറയുന്നൊരു മെറ്റസ്പ്ലോയിറ്റബിൾ. ഇപ്പം നിങ്ങൾ കാലി ലിനക്സ് ഉപയോഗിക്കുന്ന പോലെ അവൻ മെറ്റസ്പ്ലോയിറ്റബിൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി അവൻ്റെ മെഷീനിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കുകയാണ്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പം നമ്മൾ റീക്യാപ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തത്? ലെറ്റ്സ് ജസ്റ്റ് ഡു ദാറ്റ് വൺസ് അഗൈൻ ഇൻഷാല്ലാ. ഓക്കെ, നമ്മൾ IF കോൺഫിഗ് ചെയ്തു. IF കോൺഫിഗ് ചെയ്താൽ നമുക്ക് നമ്മളുടെ IP അഡ്രസ്സ് കിട്ടും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ലെറ്റ് മീ ജസ്റ്റ് ക്ലോസ് ദാറ്റ്. ലെറ്റ് മീ ഓപ്പൺ അഗൈൻ. ഓക്കെ, നമ്മൾ IF കോൺഫിഗ് എന്ന് അടിച്ചാൽ സോറി, നിങ്ങൾ സ്ക്രീന് കാണുന്നില്ല അല്ലേ? വെയിറ്റ്, നിങ്ങൾ എൻ്റെ കാലി ലിനക്സ് കാണുന്നുണ്ടോ സ്ക്രീന്? ഇല്ല. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ സ്ക്രീന്? സ്ക്രീൻ കാണുന്നുണ്ടോ? കാലി ലിനക്സ് കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്, ഓക്കെ, ഗുഡ് അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ ഫേസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ, നമ്മൾ IF കോൺഫിഗ് അടിച്ചു. ഓക്കെ, IF കോൺഫിഗ് അടിച്ചു. എന്നിട്ട് IF കോൺഫിഗിൽ നമ്മൾ IP അഡ്രസ്സ് കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് നമുക്ക് കിട്ടി. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, ഇഫ് യു റിമെമ്പർ കറക്റ്റ്ലി. യെസ്, നമ്മൾ രണ്ടും നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ മെറ്റസ്പ്ലോയിറ്റബിളിൽ എന്തൊക്കെയാണ് വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കി. ഓക്കെ, നമ്മളത് സ്കാൻ ചെയ്തു. നമ്മൾ 1000 ഡോറുകൾ മുട്ടി നോക്കി. അതെങ്ങനെയാണ് നമ്മൾ മുട്ടി നോക്കിയത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് Nmap. ഓക്കെ, Nmap. എന്നിട്ട് നമ്മൾ പിങ് നോ എന്ന് പറയുന്നത്, പിങ് നോ എന്ന് വെച്ചാൽ പൊതുവെ Nmap എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. രണ്ടാളും ഒരൊറ്റ വൈഫൈയിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ വൈഫൈ സ്കാൻ ചെയ്തു. അങ്ങനെ നമ്മളൊക്കെ എന്ത് കിട്ടി? മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് കിട്ടി. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ആ മെറ്റസ്പ്ലോയിറ്റബിൾ അല്ലെ, നമ്മൾ ഈ മെറ്റസ്പ്ലോയിറ്റബിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളെ മനസ്സിൽ വരുന്നത് അത് നമ്മളെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറാണ്. ഓക്കെ, നമ്മളെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൽ നമ്മൾ എവിടെയെങ്കിലും അവൻ്റെ കമ്പ്യൂട്ടർ ആകുന്ന വീട്ടിൽ എവിടെയെങ്കിലും നമുക്ക് കുത്തി പൊളിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1000 ഡോറുകൾ സ്കാൻ ചെയ്യാൻ പോവാണ്.
ഈ ഈ പി എൻ എന്താന്ന് വെച്ചാൽ പിങ് നോ എന്നാണ് പറയുക. പിങ് നോ എന്ന് വെച്ചാൽ എൻ മാപ്പ് പൊതുവെ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് അവിടെ പോയിട്ട് കമ്പ്യൂട്ടറിനോട് കമ്പ്യൂട്ടർ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അത് ഫസ്റ്റ് അവിടെ ഉണ്ട് എന്ന് റെസ്പോൺസ് തന്നാലേ എന്ത് ചെയ്യുള്ളൂ, അടുത്ത സ്കാൻ ചെയ്യാൻ തുടങ്ങുള്ളൂ. പക്ഷേ മെറ്റസ്പ്ലോയിറ്റബിളിനോട് അങ്ങനെ ചോദിക്കൊന്നും വേണ്ട, നേരെ പോയി സ്കാൻ ചെയ്തു. കാരണം നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ കമ്പ്യൂട്ടർ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പിങ് നോ, പിങ് എന്നാണ് ഈ പോയി മുട്ടി നോക്കുന്നതിന് പറയാം. നമ്മളെ മുട്ടി നോക്കണ്ട, നേരെ പോയി പോയി എല്ലാം സ്കാൻ ചെയ്തോ എന്ന് പറയുന്നതാണ് നമ്മളെന്ത് പി എൻ എന്ന് കൊടുത്തിട്ട് അവൻ്റെ IP അഡ്രസ്സ് നമ്മൾ അടിക്കും. 192.168.44.130 നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തതാ. അപ്പോൾ അത് അപ്പം അതിൻ്റെ അകത്ത് 1000 എണ്ണം ഇതാക്കി, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. അതിൻ്റെ അകത്ത് 1000 എണ്ണം സ്കാൻ ചെയ്തതിൽ 977 ഡോറുകളും ക്ലോസ്ഡ് ആണ്. അതിൻ്റെ അകത്ത് ഓപ്പൺ ആയത് 23 അപ്പോൾ ഓപ്പൺ ആയ 23 ഏതെല്ലാം സർവീസാണ് റൺ ചെയ്യുന്നത് എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇനി അടുത്ത ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലുള്ള ഡോറിൻ്റെ മോഡലും കൂടി വെച്ച് ഞാൻ ഇതൊന്നു ഓക്കെ, വീട്ടിൻ്റെ ലോക്കിൻ്റെ നമ്പർ നമ്മൾ, അതായത് ഏത് സർവീസ് വേർഷൻ, ഓരോ സർവീസ് റൺ ചെയ്യുന്നതും ഓക്കെ, ഈ ഓരോ സർവീസ് ഏത് സർവീസ് വേർഷനാണ് റൺ ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. എന്തിനാണ് അത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഓരോ സർവീസ് വേർഷൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറയുന്നതാണ്. നിങ്ങളിപ്പോൾ iPhone ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ iPhone 26 ആയിരിക്കും, അല്ലെ iPhone 16 ആയിരിക്കും. പണ്ടത്തെ iOS 26 ആയിരിക്കും. അപ്പോൾ iOS 27 ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, iOS 26 എന്താ സെക്യൂരിറ്റി പാച്ചസ് എന്തൊക്കെയാണ് അതിന് പ്രശ്നം എന്നുള്ളത് ഔട്ട് ചെയ്യും. ഓക്കെ, ഔട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ CVE, കോമൺ വൾണറബിലിറ്റി ആൻഡ് എക്സ്പോഷർ അല്ലെ എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, അങ്ങനെ ഒരു ഡാറ്റാബേസ് ഉണ്ട്. CVE നിങ്ങൾ ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്തുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങളെന്ന് അതിൻ്റെ അകത്ത് ഔട്ട് ചെയ്യും. ഓക്കെ, ഞാൻ പറയുന്നത് എക്സാക്ട്ലി ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി പറഞ്ഞുതരാം. അപ്പം ആ വേർഷൻ നമ്പർ കിട്ടിയാൽ ആ വേർഷൻ എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൊളിക്കാൻ പറ്റും. പോലെ തന്നെ ഒരു പ്രത്യേക ലോക്ക്, ആ ലോക്കിന് എന്തൊക്കെയാണ് പ്രശ്നം നമുക്ക് അറിഞ്ഞാൽ ആ ലോക്ക് കുത്തി പൊളിക്കാൻ പറ്റും. അപ്പോൾ ഈ ലോക്ക് ഏത് വർഷം ഇറങ്ങിയതാണ് നമുക്ക് മനസ്സിലായാൽ മതി. അതിനാണ് നമ്മൾ എന്ത് വെച്ചത്, Nmap അഗൈൻ സെയിം പിങ് നോ അറിയണ്ട, നേരെ സർവീസ് വേർഷൻ SV എന്നിട്ട് നമ്മൾ അവരുടെ IP അഡ്രസ്സ് അടിക്കും. IP അഡ്രസ്സ് അടിക്കുമ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്യും. കുറച്ച് ടൈം എടുക്കും, കാരണം ഇവിടെ പോയിട്ട് അപ്പുറത്ത് പോയി സ്കാൻ ചെയ്യണമല്ലോ. അപ്പം ഇതാണ് നമ്മളുടെ മെഷീൻ, ഇത് നമ്മളുടെ ഫ്രണ്ടിൻ്റെ മെഷീൻ. ഓക്കെ, ഫ്രണ്ടിൻ്റെ ലാപ്ടോപ്പ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അഗൈൻ ഇതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങൾ ലാസ്റ്റ് വീക്ക് സെഷൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇറ്റ് മേക്ക് സെൻസ്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് അല്ല, ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ല എന്നാണ് നിങ്ങളുടെ മൗനം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. Can you get a response, inshallah? Yes or no? ഖലാസ്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ സർവീസ് വേർഷൻ, അപ്പോൾ ഇത് ഏതൊക്കെയാണ് സർവീസ് വേർഷൻ നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഓക്കെ, അത് ചിലതൊക്കെ പണ്ട് കാലത്തുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഹാക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു VNC എന്ന് പറയുന്ന പോർട്ട് ഓപ്പൺ ആണ്. ഓക്കെ, ഞാൻ മൊത്തം സ്ക്രീൻ ഷെയർ ചെയ്യാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ഇതും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതൊക്കെ ഇന്നലത്തെ സെഷനാണ്. ഓക്കെ, എന്താണ് VNC? VNC എന്ന് വെച്ചാൽ ഒരു നമ്മുടെ വീട്ടിൽ സെക്യൂരിറ്റി ക്യാമറ പോലെ വിചാരിച്ചു. പക്ഷേ ഈ സെക്യൂരിറ്റി ക്യാമറ നമ്മൾക്ക് എന്തേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, നമ്മൾക്ക് ദൂരെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ക്യാമറ നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യം നോക്കാനേ പറ്റുള്ളൂ. അതിന് പകരം നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും കൂടി പറ്റി. അതായത് വേറെ എവിടുന്നോ ഇരുന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പം വീട്ടിൻ്റെ ഡോറ് തുറക്കുക, അല്ലെങ്കിൽ AC ഓൺ ആക്കുക, അല്ലെങ്കിൽ എന്താണ് വീട്ടിൻ്റെ വണ്ടി അവിടുന്ന് മാറ്റി സൈഡിലേക്ക് പാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് അതിലേക്ക് ആക്സസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് സർവീസിനാണ് നമ്മൾ VNC എന്ന് പറയാം. ഓക്കെ, വിർച്വൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ഇറ്റ് ലെറ്റ്സ് വൺ കമ്പ്യൂട്ടർ സീ ആൻഡ് ഫുള്ളി കൺട്രോൾ അനദർ കമ്പ്യൂട്ടർ സ്ക്രീൻ ഓവർ നെറ്റ്വർക്ക്. ഓക്കെ, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ടീം വ്യൂവർ എന്നൊക്കെ പറഞ്ഞിട്ട്? അതൊക്കെ ഇതേ കോൺസെപ്റ്റിൽ വരുന്നതാണ്. ടീം വ്യൂവർ എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണ്, നിങ്ങളുടെ നെറ്റ്വർക്കിൽ എനിക്കൊരു സിമ്പിളായി പറഞ്ഞതാണ്, എനിക്കൊരു ID ഉണ്ടാവും. ആ ID നിങ്ങൾക്കും നിങ്ങളുടെ ID എനിക്കും നമ്മൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിമോട്ടായി കണക്ട് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ
കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് സൂമിൽ വരെ ഇതുണ്ട്. സൂമിൽ നിങ്ങൾക്ക് ടേക്ക് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ ഷെയറിംഗ് നിങ്ങൾക്ക് ഇപ്പം എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ സ്ക്രീനിൻ്റെ ആക്സസ് നിങ്ങൾക്ക് തരാം. അതായത് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോറി. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ആ VNC ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആണ്. നമ്മളെ ഫ്രണ്ടിൻ്റെ സിസ്റ്റത്തിൽ VNCൻ്റെ പോർട്ട് ഓപ്പൺ ആണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ VNCൻ്റെ നമ്മൾ VNC വഴി അവരുടെ കമ്പ്യൂട്ടറിലേക്ക് കൺട്രോൾ ആക്സസ് ചെയ്യാൻ പോകും. ഇനി VNC നമ്മളെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടർ നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ മെറ്റസ്പ്ലോയിറ്റബിൾ ജസ്റ്റ് ഒന്ന് ഓൺ ആവണം. അതൊന്ന് ഓക്കെ, നമ്മളെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടർ MSF അഡ്മിൻ. ഓക്കെ, നമ്മളെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടർ എന്തേനു കമാൻഡ് ലൈൻ ഇൻ്റർഫേസാണ്. ഓക്കെ, അതായത് GUI അല്ല, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ല, കമാൻഡ് ലൈൻ ഇൻ്റർഫേസാണ്. പക്ഷെ നമുക്ക് നമ്മളെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടർ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആയിട്ടല്ല കാണുന്നത്. അതൊരു കമ്പ്യൂട്ടർ പോലെ ശരിക്കുള്ള മറ്റേ യൂസർ ഇൻ്റർഫേസിലായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഒരു ടൂൾ ഉണ്ട് അതിന്. ഓക്കെ, ഞാൻ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പോകാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ സെഷനിലും കൂടി കണ്ടിട്ട് ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ നിങ്ങൾ ഓൾവേസ് ദ PDF ഈസ് യുവർ ഫ്രണ്ട്. ഓൾറൈറ്റ്, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ടൂൾ ഡൗൺലോഡ് ചെയ്യുക. ആ ടൂൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് sudo എന്ന് വെച്ചാൽ സൂപ്പർ യൂസർ ഡു. ഓക്കെ, apt install. നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വി ക്യാൻ ജസ്റ്റ് കോപ്പി ദിസ്. ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. കാലി ലിനക്സിൽ പേസ്റ്റ് ചെയ്യണമെങ്കിൽ VMwareൽ പേസ്റ്റ് ചെയ്യണമെങ്കിൽ Ctrl+Shift+V ആണ്. അത് കൊടുത്താൽ എൻ്റെ കാലിൻ്റെ പാസ്വേഡ് വയ്ക്കും. കാലിൻ്റെ പാസ്വേഡ് കൊടുക്കും. ഓക്കെ, ഡൗൺലോഡായി, ആ ടൂൾ ഡൗൺലോഡായി. ഇനി എന്താണ് ഇത് എന്നൊക്കെ എൻ്റെ പറയുന്നത്. യെസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വൈ കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോന്ന് നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യട്ടെ എന്നിങ്ങനെ ഓരോന്ന് ചോദിക്കും. അപ്പോൾ അതിനെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങ് ഡൗൺലോഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഈ ആപ്റ്റ് ഇൻസ്റ്റാൾ നമ്മൾ വൈ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ക്വയറി കൊടുക്കുമ്പോൾ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ചാറ്റ് കാണുന്നില്ല. ഓക്കെ, സോ നൗ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒന്നും കൂടി മെറ്റസ്പ്ലോയിറ്റബിൾ ഓൺ ആണോ എന്ന് നോക്കും. എങ്ങനെയാണ് ഓൺ ആണോ നോക്കുക, നമ്മൾ നോക്കും nmap. ഓക്കെ, പിന്നോ നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ അല്ല, മെറ്റസ്പ്ലോയിറ്റബിൾ ഈ പോർട്ട് സ്പെസിഫിക് പോർട്ട് അത് ഓൺ ആണോ. VNC ഒന്നുകൂടി പറഞ്ഞിട്ട്, VNC എന്തിനാണ്, VNC എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് റിമോട്ട് ആക്സസ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ PN. ഓക്കെ, പിന്നോ നിങ്ങളൊന്നും അതിനോടൊന്നും ചോദിക്കാൻ പോകണ്ട. ഏത് പോർട്ടാണ് സ്കാൻ ചെയ്യേണ്ടത്, ഏത് പോർട്ടാണ് ഈ പോർട്ടിൻ്റെ VNC പോർട്ട് എന്ന് പറയുന്നത് 5900 എന്ന് പറയുന്ന പോർട്ട് നമ്പറിലാണത്. ഓക്കെ, ഇനി നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് അടിക്കും. ഇപ്പം എൻ്റെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒന്ന് സ്കാൻ ചെയ്യും. ഓക്കെ, നേരത്തെ കണ്ടോൾ തന്നെ ഇത് ഓപ്പൺ ആണെന്ന്, അതായത് ഒരു സ്പെസിഫിക് പോർട്ടിനെ കുറിച്ച് മാത്രം അറിയണമെങ്കിലാണ് നമ്മൾ -P കൊടുക്കുക. അത് മനസ്സിലായി. ഇനി അത് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ അതിനോട് എന്തേ പറഞ്ഞാൽ അത് കേൾക്കും നമുക്ക് മനസ്സിലായി. ആ പോർട്ട് ഓപ്പൺ ആണ്. നൗ ലെറ്റ്സ് കണക്ട്. ഓൾറൈറ്റ്, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ടൂളില്ലേ, ആ ടൂളിൻ്റെ പേരാണ് X-Tight. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതിൻ്റെ കഥ എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാം. 2 കമ്പ്യൂട്ടറാണുള്ളത്. ഇത് നമ്മളുടെ മെഷീൻ, ഇത് നമ്മളുടെ ഫ്രണ്ടിൻ്റെ മെഷീൻ. ഓക്കെ, ലെറ്റ്സ് സേ ദിസ് ഈസ് ഇൻ ദ 1990s. നിങ്ങളുടെ ഫ്രണ്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ CL ആയിട്ടുള്ള കമ്പ്യൂട്ടർ. പണ്ട് കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ ആയിരുന്നു, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഇല്ലേ. ഓക്കെ, അപ്പം ഫ്രണ്ട് ഇങ്ങനത്തെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, അവൻ്റെ കമ്പ്യൂട്ടറാണിത്. ഓക്കെ, നിങ്ങൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ആക്സസ് എടുക്കുന്നതാണ് സംഭവം. ഇപ്പോൾ ഒരു കോഫി ടേബിളിൽ 5 കോഫി ടേബിൾ അപ്പുറത്ത് ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, ഇതാണ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടർ. ഈ സ്റ്റോറി കൃത്യമാണോ, എന്താണ് സ്റ്റോറി ലൈൻ? കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. കാരണം ഇതിനകത്ത് ഇനി ഒരു ക്യാരക്ടറും കൂടി വരും, അപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആവും. ഇത് ക്ലിയർ ആണോ ഈ സ്റ്റോറി? ക്ലിയർ? Alright, brother Hani, you too, inshallah. Okay, good. Okay, alhamdulillah. Okay, അപ്പം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ടൂള്. ഓക്കെ, പിന്നെ ഈ ടൂൾസുകളെ കുറിച്ച് കോൺസ്റ്റൻ്റ്ലി ടൂൾസുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ആളുകൾ നിൽക്കും. ഓക്കെ, ടൂൾസ് നമുക്ക് എന്നിട്ട് ഒരുപാട് ടൂൾസ് ഓൾറെഡി കാലി ലിനക്സിലുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് കാണാൻ പറ്റും. ഓക്കെ, വേറെ ടൂൾസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പുതിയ ടൂൾസ് അതിൻ്റെ കമ്പനി വേറെ ടൂൾസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് GitHub എന്നെല്ലാം കിട്ടും. ബട്ട് ദാറ്റ്സ് ഓൾ ലേറ്റർ. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ പ്രോംപ്റ്റ്. X-Tight VNC വ്യൂവർ
ഓക്കെ, നമ്മൾ IP അഡ്രസ് അടിക്കും. 192 ആരുടെ IP അഡ്രസ്, നമ്മളെ ഫ്രണ്ടിന്റെ IP അഡ്രസ് അടിക്കും. 44,130,130,5900. എന്താണ് ഈ 5900 എന്ന് വെച്ചാൽ ഏത് പോർട്ടിലാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്, നമുക്ക് അവനെ സ്കാൻ ചെയ്ത് ആ പോർട്ടിലൂടെയാണ് നമുക്ക് ഉള്ളിൽ കയറേണ്ടത്. ഓക്കെ, ഇത് ഞാൻ അടിക്കുന്നതിലൂടെ എന്നോട് പാസ്വേഡ് വയ്ക്കും. ഓക്കെ, ഇപ്പം ഞാനിവിടെ പാസ്വേഡിന് അടിക്കും. പക്ഷെ അതിന് മുമ്പ് ഇവിടെ പാസ്വേഡ് ആണെന്ന് എനിക്ക് എങ്ങനെ അറിയുന്നത്? ഇവിടെ പാസ്വേഡ് ആണെന്ന് എനിക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം. അതായത് ഈ എവിടെ എഴുതുന്നത്, സർവീസ് വേർഷൻ എവിടെ, VNC യെസ്. ഈ VNC പ്രോട്ടോകോൾ 3.3 എന്ന് പറയുന്നത് 2008 റിലീസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ 2008 റിലീസ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനാണ് നമ്മൾ സർവീസ് വേർഷൻ സ്കാൻ ചെയ്യുന്നത്. ആൾക്കാർ എന്ത് ചെയ്തു, അല്ല ഇത് റിലീസ് ചെയ്തപ്പോൾ അവരെല്ലാത്തിൻ്റെ ഡീഫോൾട്ട് പാസ്വേഡ് ആണെന്ന് വെച്ചു. അതായത് വേറെ ആർക്കെങ്കിലും നിങ്ങളെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ VNC പോർട്ട് ഓപ്പൺ ആണെങ്കിൽ അവർ പാസ്വേഡ് എന്ന് അടിച്ചാൽ അവർക്ക് ആക്സസ് കിട്ടും. അവരത് ഡീഫോൾട്ട് പാസ്വേഡിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ പാസ്വേഡിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തതുകൊണ്ട് അതിന് ഡീഫോൾട്ട് ക്രെഡൻഷ്യൽ ഇത് ഡീഫോൾട്ടായിട്ട് ആളുകൾ ചില ടൈമിൽ എന്ത് ചെയ്യും, ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ പാസ്വേഡ് ചിലപ്പം ഒരു പാസ്വേഡായി സെറ്റ് ചെയ്ത് തരും. അതന്നെ വെക്കുന്നത് വലിയൊരു വീക്ക്നെസ് ആണ്. അപ്പം ആ വീക്ക്നെസ് ഇവിടെ ഉണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? കാരണം ഈ VNC പ്രോട്ടോകോൾ 3.3 റിലീസ് ചെയ്തത് 2008 ഞാൻ അതെങ്ങനെ കണ്ടുപിടിച്ചാൽ അത് പിന്നെ നമ്മൾ അതിൻ്റെ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ അത് ഡീഫോൾട്ട് ക്രെഡൻഷ്യൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് കണക്ട് ചെയ്യാൻ ഇവിടെ പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് എന്താണ്? പാസ്വേഡ് തന്നെയാണ്. ഞാനിനി പാസ്വേഡ് അടിക്കുമ്പോൾ നിങ്ങളത് കാണൂല, കാരണം ലിനക്സിൻ്റെ ടെർമിനലിൽ കാലി ലിനക്സിൻ്റെ ടെർമിനലിൽ പാസ്വേഡ്സ് അവർ കാണിക്കൂല. ഞാൻ അടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് കാണൂല. ഓക്കെ, അപ്പം ഞാനിവിടെ പാസ്വേഡ്. ഓക്കെ, ഈ സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടോ? കാരണം ഇതൊരു എക്സ്ട്രാ സ്ക്രീൻ വന്നപ്പോൾ നിങ്ങളിത് ഈ സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടോ? പുതിയൊരു സ്ക്രീന്. ഓക്കെ, ഈ സ്ക്രീനില്ലേ, ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ല, ഇത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറാണ്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ റൂട്ടിലേക്ക്, കാരണം കണ്ടോ മെറ്റസ്പ്ലോയിറ്റബിൾ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, നമ്മൾ PDF എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, യുവർ ഇൻ, ലെറ്റ്സ് സീ വാട്ട് റൂട്ട് ക്യാൻ ഡു. റൈറ്റ് ക്ലിക്ക് ഓൺ ദ മെറ്റസ്പ്ലോയിറ്റബിൾ. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ റൺ ചെയ്യുന്നത് നമ്മൾ ഹു ആം ഐ എന്ന് അടിച്ചു നോക്കാം. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ല, ഇത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറാണ് നിങ്ങൾ കാണുന്നത്. അവൻ്റെ ഡെസ്ക്ടോപ്പാണിത്. ഓക്കെ, ഹുവായ്മെന്ന് അടിക്കുമ്പം റൂട്ട് എന്ന് കാണിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അപ്പെക്സ് പ്രിവിലേജ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഇനി എന്തും ചെയ്യാം, അടിച്ചു പൊളിച്ച് അത് വേണമെങ്കിൽ ഇപ്പം ടേൺ ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ദിസ് ഈസ് ഹൗ ഈസി ഇറ്റ് ഈസ്. അന്നത്തെ കാലത്ത് അത്ര എളുപ്പമായിരുന്നു. സെക്യൂരിറ്റി എപ്പോഴും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇന്നെല്ലാം ഫിക്സായ കംപ്ലീറ്റ്ലി എല്ലാം സെറ്റായ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആൾക്കാരെ ഹാക്ക് ചെയ്യപ്പെടില്ലല്ലോ. ഇന്റർനെറ്റായിട്ട് ഒരു കാര്യം കണക്ട് ചെയ്തോ അതിന് എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ്ലി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകളുടെ ആവശ്യമില്ലല്ലോ. പക്ഷേ എല്ലപ്പോഴും വ്യത്യസ്ത ടൈപ്പിൽ കള്ളന്മാർ വരും, അതിനെ പിടിക്കാൻ വ്യത്യസ്ത ടൈപ്പുള്ള പോലീസുകാർ ആവശ്യമുണ്ട്. അതുപോലെ സോറി കേട്ടോ, എനിക്കത് തൊണ്ടവേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ID എന്ന് അടിച്ചു നോക്കാം. അപ്പം എന്താണ് അവർക്ക് അസൈൻ ചെയ്ത ID. ഓക്കെ, അതൊക്കെ നമ്മൾ എൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ടു ദ ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിട്ട് LS എന്ന് അടിച്ചാൽ LS എന്ന് എന്താ, കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈ LS കാണുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ല, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ. അതായത് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, കാരണം ഇത് ഇപ്പം മീഡിയയിലേക്ക് പോയി LS അടിച്ചാൽ അവൻ്റെ മീഡിയയിൽ എന്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവനൊരു ഫ്ലോപ്പി, ഇതൊക്കെ ഇത് പണ്ടത്തെ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഫ്ലോപ്പി ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് അവൻ്റെ ഇതുണ്ട്. അപ്പം അവൻ്റെ ഫ്ലോപ്പിയിൽ എന്താണ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവില്ല, ലൈക്ക് ഇറ്റ്സ് എ ഡയറക്ടറി അല്ലേ. അപ്പം ഫ്ലോപ്പി ക്യാറ്റ് ഫ്ലോപ്പി, ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഓക്കെ, അത് empty ഫയലാണ്. ഓക്കെ, LS അടിക്കുമ്പോൾ ഒന്നും വരുന്നില്ല. അപ്പം ഇവിടെ അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പം അവൻ ഇതെന്താ അറിയുന്നുണ്ടോ? ഇല്ല, അവൻ ഇങ്ങനെ കാണുന്നത്. അവൻ്റെ പരിപാടി ഇപ്പോൾ അവനിവിടെ ഇപ്പോൾ അവൻ ആ കമ്പ്യൂട്ടറിൽ വേറെ യൂസറിലാണ്, അവനിവിടെ LS അടിക്കുന്നു. ഓക്കെ, അവൻ്റെതായ പരിപാടിയിലാണ് അവനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോ. ഓക്കെ,
ഇനി നമ്മൾ നോക്കുകയാണ് ഇവൻ്റെ ഒരു മിനിറ്റ്, സി ഡി ഡോട്ട് ഡോട്ട് സി ഡി ഡോട്ട് ഡോട്ട് ഓക്കെ. ആരൊക്കെയാണ് ഇവന്റെ കമ്പ്യൂട്ടർ, അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇവന്റെ കമ്പ്യൂട്ടറിൽ ആരൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഹൂ നടിക്കും. ഓക്കെ, ഹൂ നടിച്ചാൽ MSF അഡ്മിൻ അത് നിങ്ങളെ ഫ്രണ്ടാണ്. റൂട്ട് ആരാന്ന് വെച്ചാൽ അത് നിങ്ങളാ, നമ്മളാ. അവന്റെ കമ്പ്യൂട്ടറിൽ 2 യൂസേഴ്സ് ഉള്ളത്. അവന്റെ സിസ്റ്റത്തിൽ ഒന്ന് ഓനാണ് ഉപയോഗിക്കുന്നത്, രണ്ടാമത്തെ യൂസർ നമ്മളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ റൂട്ടും MSF അഡ്മിനും. വാട്ട് ഡസ് ദാറ്റ് ഓൾ മീൻ? MSF admin TTY. അപ്പം MSF admin is logged into the machine directly at the machine's own physical keyboard on screen. TTY means a plain text console. The person is sitting at the desk. അതായത് നിങ്ങളുടെ ഫ്രണ്ട് ഈ TTY എന്ന് വെച്ചാൽ അവന് പ്ലെയിൻ ടെക്സ്റ്റ് കൺസോൾ, അവന് കമ്പ്യൂട്ടറിൽ അവനാണ് ഇതിന്റെ നേരിട്ട് ഫിസിക്കലി അതിന് ആക്സസ് ഉള്ളത്. നമുക്ക് എന്താണുള്ളത്? നമ്മളെ രണ്ടാമത്തെ യൂസറാ റൂട്ട്. നമ്മളുള്ളത് എന്തിലാണ്? ദാറ്റ് ഈസ് അസ് കണക്റ്റഡ് റിമോട്ട്ലി ത്രൂ ദ VNC സെഷൻ വി ജസ്റ്റ് ഓപ്പൺ. ഓക്കെ, നമ്മളിതൊരു റിമോട്ട് ടെർമിനലാണ്, അവൻ്റെലേക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത് റിയൽ ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവൻ്റെ സിസ്റ്റത്തിലുള്ള ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അവൻ എന്തെങ്കിലും ഫൈനാൻഷ്യൽ റെക്കോർഡ്സിൻ്റെ അത് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ കയറി അവൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറി. ഓക്കെ, പക്ഷേ so right now MSF admin is sitting at their machine logged in doing whatever they want. They have no idea we are here. We can see them but they cannot see us. നമുക്ക് അവൻ്റെ സിസ്റ്റം കാണുന്നുണ്ട്, പക്ഷെ അവൻ നമ്മളെ കാണുന്നില്ല until now. ഇനിയാണ് ഞാൻ പറയുന്ന കാര്യം. അതായത് ഇത് റിയൽ ലൈഫിൽ നിങ്ങളെ പറ്റി ആലോചിച്ചു. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഫോണിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഇതിൻ്റെ അകത്തുള്ള ആരെങ്കിലും പേര് വെച്ചു, ജസ്റ്റ് തിങ്ക്. ഓക്കെ, I'll give you an example. ഇതിൻ്റെ അകത്തുള്ള ആരൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ brother Ayan was on his phone doing his thing. പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ, Ayan, we know you're here. അയാൻ പച്ച കളർ ഷർട്ടല്ല ഇട്ടത്, ഒരു നോട്ടിഫിക്കേഷൻ വരിക. അയാനെന്താ ഞെട്ടുന്നത്? ഒരു നോട്ടിഫിക്കേഷൻ വരാണ്. അപ്പം ആലോചിച്ചോ അങ്ങനത്തെ ഒരു സിറ്റുവേഷന്. അയാൻ ഐ സീ യു അയാൻ, ഐ എം സ്റ്റിൽ സീയിങ് യു എന്ന് കണ്ടാൽ നമ്മളെപ്പാട് ബേജാറായി പോലെ. എന്താണ് കമന്റ് വന്നു? ഓക്കെ, നിങ്ങൾ പച്ചക്കളർ ഷർട്ടേന് ഇട്ടത് വൈൽഡ് ഗസ്. ഓക്കെ, വറക്കല്ല. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം സിറ്റുവേഷൻ ഇതാണ്, ഫ്രണ്ട് അവൻ്റെ കോഫി ടേബിളിൽ അവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവൻ്റെ പണി അവൻ്റെ മെറ്റസ്പ്ലോയിറ്റബിൾ അവൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ അവൻ്റെ മെഷീനിലേക്ക് കണക്ട് ചെയ്തു, പക്ഷെ അവൻ അറിയുന്നില്ല. റൈറ്റ്, we're going to change that. Write directly to their screen. Here is something most beginners don't know. In Linux, a screen is just a file. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫയലാണ്. Every terminal connected to this machine, TTY1, TTY2, any one screen as a device file living in dev എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഫസ്റ്റ് phase 1 ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എല്ലാ ഫയലും എല്ലാ മൗസും എല്ലാ ഡിവൈസസ് എല്ലാം ലിനക്സിൽ ഫയലായിട്ടാണ് സേവ് ചെയ്തിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ആ ഫയലിലേക്ക് എഴുതാൻ പറ്റും. അപ്പം ഇവൻ്റെ സ്ക്രീനും ഒരു ഫയലാണ്. അപ്പോൾ ആ സ്ക്രീനിലേക്ക് നമ്മൾ എഴുതാൻ പോവാം. അത് നമ്മൾ അന്ന് പഠിച്ചിരുന്നു. ഏതാണ് കമാൻഡ്? എക്കോ. വി യൂസ് ദി എക്കോ കമാൻഡ് ടു സെൻഡ് ടെക്സ്റ്റ് ആൻഡ് ഈ സിമ്പിൾ എന്താ പറയാൻ എനിക്കറിഞ്ഞൂടെ, ഒരു ആരോ, greater than symbol. Yes, greater than symbol to redirect it, not to a regular file, but directly into their terminal device. Okay, ഇനി കണ്ടോ, നമ്മൾ അയാനോട് നമ്മളെ ഫ്രണ്ടിനോട്, ഓക്കെ ലെറ്റ്സ് കോൾ ഹിം അയാൻ. ഓക്കെ, ലെറ്റ്സ് സേ ബ്രദർ അയാൻ ഇസ് സിറ്റിംഗ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി ടേബിൾ. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ പിടിച്ച് പുറത്തിടാം. ഓക്കെ, അവിടെ പോയി. ഓക്കെ, ഇതാണ് ബ്രദർ അയാൻ്റെ കമ്പ്യൂട്ടർ. ഓക്കെ, ഇത് ബ്രദർ അയാൻ, നമ്മളെ PDF. ഓക്കെ, ഇവിടെ ഞാൻ പോയിട്ട് അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ പോലെ. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. ഇവിടെ വെക്കാം. ഓക്കെ, ഓക്കെ, ഗുഡ്. ഓക്കെ, ഇത് PDF, ഇത് അയാൻ്റെ സ്ക്രീൻ. ഓക്കെ, അയാൻ്റെ സ്ക്രീൻ മേലെ കൊണ്ടുവരാം. ഇത് നമ്മളുടെ സ്ക്രീൻ. ഓക്കെ, ഇതാണ് ബ്രദർ അയാൻ്റെ സ്ക്രീൻ. ലെറ്റ് മീ ജസ്റ്റ് ടേൺ ഓഫ് ദി നമ്പർ ലോക്ക്. ഓക്കെ, നമ്മൾ അയാൻ്റെ ഇതിലേക്ക്, അയാൻ ഇസ് ജസ്റ്റ് ഡൂയിങ് ഹിസ് തിങ്. ഓക്കെ, അയാൻ ഇസ് ഹിയർ ഇൻ ദ കോഫി ഷോപ്പ്. ഓക്കെ,
ഓക്കെ ഗുഡ്. ഇവിടെ നമ്മൾ നമ്മൾ അറ്റാക്ക് മെഷീനിൽ പറയാണ് എക്കോ ആയ. ഇത് നമ്മുടെ മെഷീനാണേ. അതാ ഇവിടെ വന്നു. അപ്പോൾ ഇമാജിൻ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ അന്ധകാലത്ത് അവന്റെ ടെർമിനലിൽ പെട്ടെന്ന് എന്ത് ചെയ്തു, നമ്മൾ ഇവിടുന്ന് അപ്പുറത്ത് നിന്ന് അയച്ചിട്ട് മെഷീൻ അങ്ങോട്ട് വന്നു. ഓക്കെ, നമുക്ക് അത് ഇതാക്കാം. അയാൻ അയാൻ പേടിച്ചു പോയോ? ഓക്കെ, അയാൻ കണ്ടോളാം. അയാൻ ഇവിടെ ടൈപ്പ് ചെയ്യും. അയാൻ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റൂല, കാരണം ടൈപ്പ് ചെയ്തിട്ട് അയാൻ ഇപ്പൊ എൻ്റർ അടിച്ചാലൊക്കെ അടിച്ചാലൊക്കെ എന്താണ്, നമുക്ക് സ്റ്റിൽ ആക്സസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഇത് കൊടുത്താൽ പിന്നെ അവിടെ വരും. ഓക്കെ, ഇനി ഇത് കണ്ടോ. ഇനി നമുക്ക് ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് ഓരോന്നെന്ന്. ഓക്കെ, എക്കോ ടെക്സ്റ്റ് പോവാണ്. നമ്മൾ അവൻ്റെ ഈ യൂസറിലേക്കാണ് നമ്മൾ കറക്റ്റ് എവിടത്തേക്കാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവനെ കുറച്ചുകൂടി ഒന്ന് നമുക്ക് പേടിപ്പിക്കാം. ഓക്കെ, പേടിപ്പിക്കേണ്ട കമാൻഡ് ഞാൻ അതിൻ്റെ അത് കൊടുത്തിട്ടില്ലേനോ. എക്കോ ആൻഡ് സ്ലീപ്പ് 5. ജസ്റ്റ് എ സെക്കൻഡ്, ഞാൻ ഒന്ന് നോക്കട്ടെ. സ്ലീപ്പ് 5 വരേണ്ട മുമ്പിലാണോ ശേഷമാണോ? ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. ഇത് അവരെ കുറച്ചുകൂടി ഒന്ന് ബേജാറാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, സ്ലീപ്പ് 5 അതിന് മുമ്പാണോ ശേഷമാണോ വരിക? നമ്മൾ ടൈപ്പ് ചെയ്തേക്കാം മറ്റേത്. എക്കോ നല്ല ഡ്രസ്, നല്ല പച്ച കളർ ഡ്രസ് ഇട്ടീനല്ലോ. ഓക്കെ, ആദ്യം ഒരു സ്ലീപ്പ് 5 കൊടുക്കാം. ആദ്യം ഒരു സ്ലീപ്പ് 5 കൊടുക്കാം. സ്ലീപ്പ് 5 എക്കോ സ്ലീപ്പ് 5. ഓക്കെ, ഇതാണ്ടോളെ. നമ്മുടെ മെഷീനിൽ നമ്മൾ ഇത് അടിക്കുന്നു. സ്ലീപ്പ് 5. ഓക്കെ ഓക്കെ ഓക്കെ, സ്പേസ് ഉണ്ട്. സ്ലീപ്പിംഗ് ടൈം സ്ലീപ്പ് കമാൻഡ് ഞാൻ PDF കൊടുത്തില്ല. വെയിറ്റ്, ജസ്റ്റ് സെക്കൻഡ്. നോളെ ഞാൻ നിങ്ങൾക്ക് അത് ഗ്രൂപ്പ് പറഞ്ഞുതരാം. സ്ലീപ്പ് എന്താ ചെയ്യാന്ന്, വെയിറ്റ് നോ, ഐ ആക്ച്വലി ഫൈൻഡ് ഇറ്റ് ഔട്ട് റൈറ്റ് നൗ. സ്ലീപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ടൈപ്പ് ചെയ്യുന്ന പോലെ പിന്നെയും പിന്നെയും 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് പിന്നെ അടുത്തയക്കും, 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അടുത്തയക്കും. ഓക്കെ, ജസ്റ്റ് ഫിക്സ് ദാറ്റ്. I'm really sorry for the delay. സിൻടാക്സ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. The meantime, as that's coming.
ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടേനു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ 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 ഓക്കെ, ക്ലിയർ. സ്ലീപ്പ് 5 ആൻഡ് ഇവിടെ ഒരു ആൻഡ് വന്നല്ലേ. ആൻഡ് ഓക്കെ, പേടിച്ചു പോയോ? 5 സെക്കൻഡ്. 1 2 3 4 5. ഓ ഓ, ഓക്കെ ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്, ഇറ്റ്സ് ഫിക്സ്ഡ്. ഇതുവരെ ക്ലിയർ ആണോ? ഈ സ്ലീപ്പ് വരുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഐ എക്സ്പ്ലെയിൻ ഇവിടെ എന്താണ് മിസ്റ്റേക്ക് വന്നത് ഞാൻ കാണിച്ചു തരാം. അതെന്തുകൊണ്ട് നമ്മളേൽ വന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ എക്കോ എന്ന് കൊടുത്തിട്ട് ഈ ഡേവ് TTY1 കൊടുത്തിട്ടില്ല. കണ്ടോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്കോ പറയണം. എന്ത് പറയണം? അയാൻ അയാൻ പേടിക്കണ്ട അയാൻ. ഓക്കെ റൈറ്റ്. ഇത് എവിടത്തേക്കാണ് അയക്കേണ്ടത്? ഏത് കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കണം. അതുകൊണ്ട് കമ്പത് ഡേവ് TTY1. ഓക്കെ, എന്നിട്ട് ആൻഡ് നോക്കുമ്പോൾ എന്തോ അടുത്തൊരു കമാൻഡ് കൂടി ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാണ്. സ്ലീപ്പ് 5. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ആൻഡ് എക്കോ എക്കോ ഐ ക്യാൻ സീ യു. ഓക്കെ, എവിടെയാണ് കൊടുക്കേണ്ടത്? /Dave/TTY1. Alright, good. Yes. അയാൻ, ഓക്കെ, ഇവിടെ കണ്ടോ? അയാൻ പേടിക്കണ്ട. അയാൻ, ഇത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ കമ്പ്യൂട്ടറാണ്. ഐ ക്യാൻ സീ യു. അവനിലേക്ക് നമുക്ക് ആക്സസ് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ദിസ് ഈസ് യു കൺട്രോളിങ് someone else's സിസ്റ്റം. ഇതിന്റെ ഒരു കുറച്ചുകൂടി സഫിസ്റ്റിക്കേറ്റഡ് വേർഷൻ ആണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഇതിനൊക്കെ ഹാക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിന്റെ TV അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏതെങ്കിലും ചാനൽ ഹാക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇതന്നെ നീ ലൈവ് ബ്രോഡ്കാസ്റ്റ് നടക്കുമ്പോഴൊക്കെ അത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് എന്തോ ചാറ്റിൽ എന്തോ വന്നു. ഓക്കെ, ക്യാമറ ആക്സസ് ഒക്കെ കിട്ടും. ക്യാമറ ആക്സസ് ക്യാമറ ആക്സസ് കിട്ടുമോന്ന് വെച്ചാൽ VNCയിൽ ഒന്നാമത്തത് മെറ്റസ്പ്ലോയിറ്റബിൾ ക്യാമറ ആക്സസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. ക്യാമറ അത്ര ഇതൊരു വൾണറബിൾ മെഷീനാണ്. പക്ഷേ റിയൽ ലൈഫിൽ ഇപ്പൊ ടീം വ്യൂവറൊക്കെ അല്ല റിമോട്ട് ഡെസ്ക്ടോപ്പ് ആക്സസ് ആണ് ഒരാൾക്ക് ആക്സസ് കിട്ടുന്നുണ്ടെങ്കിൽ യെസ്, ക്യാമറ ഒക്കെ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് ഞാൻ പറയുന്നത് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ടെക്നോളജിയാണ് നമ്മളിപ്പോൾ ഹാക്ക് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് തന്നെ മേലെ നമുക്ക് മനസ്സിലാവില്ല. അത് പിന്നെ കുറെ കോംപ്ലക്സ്. ഫസ്റ്റ് ഈ വൾണറബിലിറ്റി ഉണ്ടാകുമ്പോൾ അത് ഫിക്സ് ചെയ്ത് അവർ മേലെത്തി. ഇപ്പം കുറച്ചുകൂടി സെക്യൂർ ആയി, കുറച്ച് കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ അയാന് പേടിച്ച് ബേജാറായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആക്സസ് ഉണ്ടല്ലോ. നിങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആക്സസ് ഇല്ലാണ്ട് അയാൾ എങ്ങനെ ആക്കുക? സിമ്പിൾ ചോദ്യമല്ലേ? നിങ്ങൾക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റരുത്. അയാളെങ്ങനെ എന്താ ചെയ്യുക? ജസ്റ്റ് തിങ്ക്. സിസ്റ്റർ ഫർസാന, സിസ്റ്റർ റിൻഷ, സിസ്റ്റർ ജന്ന, എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത്? അയാളുള്ളിൽ കയറി ജസാഖ് ഖൈർ സിസ്റ്റർ റിൻഷ പാസ്വേഡ് മാറ്റി എന്തായി? നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാണ്ടായി. അപ്പൊ ലെറ്റ്സ് സേ അയാന്റെ സിസ്റ്റത്തിൽ പുറത്ത് പോകാൻ പാടില്ലാത്ത എന്തോ നിങ്ങൾക്കറിയാം. അതറിയാൻ പുറത്ത് വിട്ടാൽ നിങ്ങൾ കുടുങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി അയാന്റെ സിസ്റ്റത്തിലെ പാസ്വേഡ് മാറ്റാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഈസ്. ഹൗ ഡു വി ചേഞ്ച് ദ പാസ്വേഡ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അയാന്റെ സിസ്റ്റത്തിലെ റൂട്ട് ആക്സസ് ആണുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പാസ്വേഡ് മാറ്റാനുള്ള കമാൻഡ് നമ്മൾ മുമ്പ് ഇത് പഠിച്ചിരുന്നു. PASSWD MSF admin പാസ്വേഡ് മാറ്റാം. പുതിയ പാസ്വേഡ് വയ്ക്കുന്നത് ലെറ്റ്സ് ടൈപ്പ് ഇൻ ഹാക്ഡ്. ഞാൻ പാസ്വേഡ് അടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കാണൂല. ഹാക്ഡ്. ഓക്കെ,
ഇവിടെയും അയാന്റെ സിസ്റ്റത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അയാൻ ഇത് അറിയുന്നില്ല, അവൻ പാസ്വേഡ് മാറ്റിയതൊന്നും. അൺടിൽ അയാൻ എന്ത് ചെയ്തു, അയാന് അവൻ്റെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ, ഓക്കെ, അവൻ്റെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ അവൻ്റെ പാസ്വേഡ് ഫസ്റ്റ് നമ്മൾ ഡിഫോൾട്ട് പാസ്വേഡ് ഉണ്ടായിരുന്നല്ലോ, നമുക്കത് അടിച്ചു നോക്കാം, അല്ലെങ്കിൽ അവൻ്റെ പഴയ പാസ്വേഡ് അടിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളതിൽ മെറ്റസ്പ്ലോയിറ്റബിൾ ഉണ്ടാവുക പാസ്വേഡ് തന്നെ, അല്ല MSF അഡ്മിൻ തന്നെയാണ് പാസ്വേഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അയാൻ്റെ സിസ്റ്റത്തിൽ അയാൻ പഴയ പാസ്വേഡ് അടിച്ചു നോക്കിയാൽ അത് വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, അയാൻ്റെ സിസ്റ്റം ഓണാന്നാണ്. ഓക്കെ, യൂസർ നെയിം ചോദിക്കുന്നു MSF അഡ്മിൻ. പാസ്വേഡ് നമുക്ക് ആദ്യത്തെ പാസ്വേഡ് അടിച്ചു നോക്കാം. നോ, ലോഗിൻ ഇൻകറക്റ്റ് ആയി. അയാൻ്റെ സിസ്റ്റത്തിൽ നിന്ന് അയാൻ നമ്മൾ ചവിട്ടി പുറത്താക്കി. നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് അടിച്ചു നോക്കാം. ഹാക്ട് HACKED ഉള്ളിൽ കയറി. അതായത് അയാൻ്റെ സിസ്റ്റത്തിൽ നിന്ന് അയാനെ ചവിട്ടി പുറത്താക്കി, അവൻ്റെ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ കിട്ടി. ഇനി അയാൻ്റെ സിസ്റ്റം നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അവൻ്റെ സിസ്റ്റത്തിൽ എന്തും ചെയ്യാം, എന്തും ഡിലീറ്റ് ചെയ്യാം, എന്തും ആഡ് ചെയ്യാം, എന്തും മാറ്റാം. മൊത്തം വേണമെങ്കിൽ ഒരു കിൽ കമാൻഡും കൂടിയുണ്ട്, മൊത്തം സിസ്റ്റം നമുക്ക് അടിച്ച് കളയാൻ പറ്റുന്നത്. പക്ഷെ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് ചെയ്ത നാളത്തെ അടുത്ത സെഷനിൽ നമുക്ക് പിന്നെ മെറ്റസ്പ്ലോയിറ്റബിൾ ഒന്നുകൂടി കോൺഫിഗർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനത്തെ എത്രത്തോളം നിങ്ങൾ അത് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി. അപ്പോൾ ഇനി എങ്ങനെ വിക്ടം സൈഡിൽ നിന്ന് ഫിക്സ് ആക്കുക, ഇനി മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഫിക്സ് ആക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല. വിക്ടം സൈഡിൽ ഇനിയിപ്പം അള്ളാഹു ആലം എങ്ങനെയാണ് ഫിക്സ് ആക്കുന്നത്. പക്ഷെ നമുക്ക് ഫിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, പോയോ, നമുക്ക് ഇവിടെ അയാൻ്റെ കമ്പ്യൂട്ടറിൽ പാസ്വേഡ് തിരിച്ച് മാറ്റി കൊടുക്കാം. അയ്യോ, സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഗുഡ് ക്വസ്റ്റ്യൻ ബൈ ദ വേ, MSF അഡ്മിൻ. പാസ്വേഡ് നമുക്ക് MSF അഡ്മിൻ തന്നെ വെച്ച് കൊടുക്കാം. MSF അഡ്മിൻ നമുക്ക് അയാനോട് പാവം തോന്നിയിട്ട് അഡ്മിൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പം അപ്പോൾ ഇവിടെ അയാനിനി അവൻ്റെ സിസ്റ്റം ഒന്ന് റീഫ്രഷ് ചെയ്താൽ, റീസ്റ്റാർട്ട് ചെയ്താൽ അവൻ എന്ത് ചെയ്യാം, അവൻ്റെ പഴയ പാസ്വേഡ് വെച്ചിട്ട് തന്നെ ഉള്ളിൽ കയറാം. നമുക്ക് അയാനോട് ഖേദം തോന്നിയിട്ട് വേണേൽ മാറ്റി കൊടുക്കുക എന്നല്ലാണ്ട് അയാൻ അതെങ്ങനെയാണ് മെറ്റസ്പ്ലോയിറ്റബിൾ, അതിൻ്റെ ഫിക്സ് എന്താ എനിക്കറിയില്ല. ഫിക്സ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ സിസ്റ്റം പോയി, അവൻ്റെ സിസ്റ്റത്തിൻ്റെ ആക്സസ് പോയി. ഓക്കെ, പണ്ടും ഈ സിസ്റ്റത്തിൽ നിന്ന് ആക്സസ് പോയിട്ട് അത് തിരിച്ചെടുക്കാനുള്ള പ്രക്രിയ എല്ലാം ഇപ്പോഴത്തല്ലേ വന്നത്. ഇപ്പോഴത്തെ അത് പൂർണ്ണമായി വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടിക്കിൻ്റെ വിഷയം അറിയോ? ഇപ്പം എനിക്ക് എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ്, പക്ഷേ ഞാനത് വെരിഫിക്കേഷൻ വാങ്ങിയതാണ്. ഞാൻ വാങ്ങാൻ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പം ഈ മാസം ഞാനത് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം എൻ്റെ ഉപ്പാപ്പാൻ്റെ ബ്രദറിൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ അവരുടെ അതായത് എൻ്റെ ഉപ്പാപ്പാൻ്റെ ബ്രദറിൻ്റെ നീസിന് ഒരു മെസ്സേജ് പോയി. മോളു ഇവർ പറക്കുള്ള കുറച്ചൊരു ഒരു വെൽ നോൺ പൊസിഷനിലുള്ള ആളാണ്. അപ്പോൾ മോളു ഇംഗ്ലീഷിലാന്ന് തോന്നുന്നു. എന്താണെന്ന് ചോദിച്ചാൽ മോളു അത്യാവശ്യമായിട്ട് പൈസ ആവശ്യമുണ്ട്, കുറച്ച് അയച്ചു തരുമോ, ഞാൻ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാൻ പെട്ടെന്ന് തിരിച്ചു തരും. അതായത് അവരുടെ അക്കൗണ്ട് എന്ന വ്യാജേന അതേ പ്രൊഫൈൽ പിക്ചറും അതേ പേരൊക്കെ ഉപയോഗിച്ചിട്ട് അതേ യൂസർ നെയിമിൽ ചെറിയ എന്താ വ്യത്യാസം വരുത്തിയിട്ട് എന്ത് ചെയ്തു, അവരോട് ചോദിച്ചു. അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ നീസ് ഇത് കൺഫേം ചെയ്യുമ്പോൾ ഇത് ഫേക്കാന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ പേരിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് പോവോ, അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള മെസ്സേജ് പോവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആൾക്കാർ ഒന്നും മൊത്തം കേൾക്കാനൊന്നും നിൽക്കൂലല്ലോ. എൻ്റെ യൂസർ നെയിം പോലത്തെ യൂസർ നെയിം ചിലപ്പോൾ കുത്തിന് ശേഷമായിരിക്കും വരയ്ക്ക് ശേഷമായിരിക്കും കുത്ത്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ എനിക്കത് പ്രശ്നമാവില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെരിഫിക്കേഷൻ വാങ്ങി. എന്തിനാണ് വെരിഫിക്കേഷൻ വാങ്ങിയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പറയില്ല ഇതെൻ്റെ അക്കൗണ്ട് അല്ല എന്ന് മാത്രമല്ല, എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയാം. ഈ വെരിഫിക്കേഷൻ ടിക്ക് വാങ്ങുമ്പോൾ അവർ നിങ്ങളോട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ ഏതെങ്കിലും ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കാൻ പറയും.
ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്താലാണ് എനിക്ക് അക്കൗണ്ട് കിട്ടുക. ഇതെന്തിനാ കാണിക്കുന്നത് വെച്ചാൽ നാളെ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയാൽ ഈ ഐഡന്റിറ്റി കാർഡ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ട് പറയാം, എനിക്ക് അക്കൗണ്ട് ആക്സസ് ഇല്ല, എൻ്റെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, ഇത് ഞാൻ തന്നെയാണ് മെസ്സേജ് നിങ്ങൾ ആ അക്കൗണ്ടിൻ്റെ ആക്സസ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നമുക്ക് ചെയ്തു തരും. ഞാൻ ഇതെന്തും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ആക്സസ് പോയാൽ അത് തിരിച്ചു കൊണ്ടുവരാം. ഹാക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു വാക്കുണ്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അൺഹാക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഒരു 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 വർക്ക് ഫ്ലോ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ID കാർഡ് കാണിച്ച് ഉറപ്പിച്ച് ഒരു മനുഷ്യന്മാരുടെ മാനുവലി ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടൈമിലൊക്കെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല മെറ്റസ്പ്ലോയിറ്റബിളിനൊക്കെ ടൈമിൽ അന്ധകാലത്തൊന്നും അക്കൗണ്ട് പോയാൽ പോയി, പാസ്വേഡ് മറന്നുപോയാൽ മറന്നുപോയി. ആരോടോ പാസ്വേഡ് ഒരു പ്രാവശ്യം മറന്നുപോയിട്ട് പ്രശ്നം തോന്നിയിട്ടായിരിക്കില്ല അവർ ഫോർഗോട്ട് പാസ്വേഡ് എന്നാണ് ഓപ്ഷൻ ഉണ്ടാക്കിയത്. ഇപ്പം നിങ്ങളുടെ കാലി ലിനക്സിലെ മെഷീനിൽ പാസ്വേഡ് മറന്നുകൊണ്ടേ, കാരണം അത് മറന്നുപോയാൽ പിന്നെ ഒരു കുറച്ചൊരു ഭയങ്കര കോംപ്ലക്സ് പ്രോസസ് അല്ല, പക്ഷേ കുറച്ചൊരു കോംപ്ലക്സ് പ്രോസസ്സാണ് എന്ത് ഇത്തിരി അത് തിരിച്ചെടുക്കാൻ. അപ്പം നിങ്ങളുടെ ചോദ്യം സിസ്റ്റർ റൻഷ്, ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പോയാൽ പോയി, അയാൻ്റെ കയ്യിൽ നിന്ന് അക്കൗണ്ട് പോയാൽ പോയി. അപ്പം അതാണത്. ഓക്കെ ഓക്കെ അപ്പം നമ്മളുടെ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഇത് കണ്ടോ, നമ്മൾ ഇവിടുന്ന് കമാൻഡ് കൊടുത്തപ്പം അവിടെ ഇതിന് അവിടെ റണ്ണായി ഉണ്ടോ, എന്തൊക്കെയോ ഇവിടെ കണ്ടോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇതിൻ്റെ ഡാറ്റാ ബേസ് നമ്മൾ നിർത്തി. നമ്മൾ ഇവിടെ റീബൂട്ട് എന്ന് കൊടുത്തപ്പം ഓക്കെ കണ്ടോ, ടെർമിനേറ്റിംഗ് ഓൾ റിമൈനിങ് പ്രോസസ്സ്. പല ചോക്ക് അയാന് കാര്യമായിട്ട് എന്തോ ചെയ്യുന്ന അവൻ്റെ സിസ്റ്റത്തിൽ. ഇതിൽ നിങ്ങൾ അയച്ചു നോക്കുക, അന്ത ടൈമിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു മിലിറ്ററി എമർജൻസിക്ക് ഒരാൾ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സീക്രട്ടായ കാര്യം ചെയ്ത്, പക്ഷെ അയാൾ കണക്ട് ചെയ്ത് വൈഫൈ ഒരു പബ്ലിക് വൈഫൈ ആണ്. അന്നത്തെ കാലത്ത് പബ്ലിക് വൈഫൈ ഉണ്ടോ അറിയില്ല, പക്ഷെ ഉണ്ട് എന്നൊക്കെ. അതേ ടൈമിൽ അവർക്ക് ഒരു സ്പൈ അപ്പുറത്തിരിക്കുന്നുണ്ട്, അവന് ഈ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് റീബൂട്ട് എന്ന ഒരു കമാൻഡ് അടിച്ചാൽ മൊത്തം സിസ്റ്റം റീബൂട്ടായി. ഓക്കെ, അവിടെയാണ് നമ്മളിപ്പോൾ ചെയ്തത്, നമ്മൾ ഇതിൻ്റെ അന്ന് റീബൂട്ട് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി കണക്ട് ചെയ്ത് നോക്കാം. അവൻ്റെ സിസ്റ്റം ഓൺ ആട്ടോ ആദ്യം. അവൻ്റെ സിസ്റ്റം ഓണായി. അപ്പം നമ്മൾ അവൻ്റെ സിസ്റ്റത്തിലേക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഞാൻ ഒന്നുകൂടി കണക്ട് ചെയ്തു. MSF admin നമ്മൾ പാസ്വേഡ് തിരിച്ച് മാറ്റി കൊടുത്തിരുന്നു. MSF admin ഉള്ളിൽ കയറി അവൻ കാര്യമായിട്ട് എന്തോ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്നുകൂടി റീബൂട്ട് എന്ന് കൊടുത്താൽ പോയി, പിന്നെ റീബൂട്ടായി. സിസ്റ്റം ഈസ് ഗോയിങ് ഫോർ റീബൂട്ട് നാവും. പിന്നെ അവന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ റീബൂട്ടാവും. അവൻ്റെ സിറ്റുവേഷൻ ആലോചിച്ചു, അവനിത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇത് റീബൂട്ടാകുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നവന് മനസ്സിലാകുന്നില്ല. ദാറ്റ് വാസ് അവർ ഫസ്റ്റ് ഹാക്ക്. ഓക്കെ, നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ ഒഫീഷ്യലി നമ്മൾ ഹാക്ക് ചെയ്തു. ക്ലിയർ ആയിനോ, നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇവെന്തോ നിങ്ങൾക്ക് സ്വന്തം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുക. അപ്പോൾ ദെൻ ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ജസ്റ്റ് ഡിഡ്? ഈ കഥ മനസ്സിലായോ? Can I get a yes or no? I'll stop sharing the screen. Yes, alhamdulillah. Okay, so that is session 2. ഒന്ന് സമ്മറൈസ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിരുന്നു. ഓൾ റൈറ്റ്, സമ്മറൈസ് ചെയ്ത് തരാം. I'll give you 5 minutes. I'll do a summarization. അല്ലാഹു അക്ബർ, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലേനോ? റെക്കോർഡ് ചെയ്യുന്നില്ലേ? അൽഹംദുലില്ലാഹ്, റെക്കോർഡിങ് ചെയ്തിട്ടില്ല. ഓക്കെ, let me share my screen again. പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് ഇതൊരു കഥയാണ്. ഈ കഥയിലെ ക്യാരക്ടേഴ്സ് 2 ആളുകളാണ്. ഒന്ന് നിങ്ങൾ, ഓക്കെ, എന്ന് നമ്മളുടെ സഹോദരൻ അയാനാന്ന് വെച്ചു. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പം ആ കോഫി ഷോപ്പിൽ രണ്ടുപേരും ഉപയോഗിക്കുന്ന ഒരേ വൈഫൈ ആണ്. അപ്പോൾ നിങ്ങൾ Nmap ഉപയോഗിച്ചിട്ട് ആ വൈഫൈ സ്കാൻ ചെയ്തു, അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അയാൻ്റെ IP അഡ്രസ്സ് മനസ്സിലായി. ഇതാണ് അയാൻ്റെ കമ്പ്യൂട്ടർ. അഗൈൻ ഇത് അയാൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. അന്ന് ഇത് 1990s അയാൻ്റെ കമ്പ്യൂട്ടറിൽ GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാം കേട്ടോ. ഫയൽ ഉണ്ടാക്കാം, അത് മെയിൽ അയക്കാം, എല്ലാം ചെയ്യാം. പണ്ടത്തെ കമ്പ്യൂട്ടർ എങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ അയാൻ്റെ MSF admin ആണ് യൂസർ നെയിം, പാസ്വേഡ് MSF admin. MSF admin പാസ്വേഡ് സ്പെല്ലിംഗ് എത്തി.
MSF admin അടിച്ചു. ഉള്ളിൽ കയറി അയാൻ ഇസ് ഡൂയിങ് സ്റ്റഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ടൂൾ, നമ്മൾ അയാൻ്റെ നമ്മൾ ആദ്യം എന്ത് സ്കാൻ ചെയ്തു? നമ്മൾ ഇത് സ്കാൻ ചെയ്തു. അയാൻ്റെ ഏത് പോർട്ടാണ് ഓപ്പൺ എന്ന് നോക്കി. നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ പോർട്ട് 5900 ഓപ്പൺ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അത് VNC പ്രോട്ടോക്കോളാണ്, അല്ല VNC ആണ് അത് സർവീസ്. VNC എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് റിമോട്ട് ആക്സസ് കിട്ടും. നമ്മൾ എന്നിട്ട് അയാൻ ഏത് ഫസ്റ്റ് ആദ്യം ഇത് നോക്കി, ആദ്യം ഏതാണ് ഓപ്പൺ എന്ന് നോക്കി. ഇപ്പോൾ VNC നമ്മൾ കണ്ടു. ഓക്കെ, നമ്മൾ VNC ഏത് വർഷമാണോ ഏത് സർവീസാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ വേർഷൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത വേർഷൻ നമ്പർ നോക്കി. അങ്ങനെ വേർഷൻ നമ്പർ നോക്കിയപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അത് പ്രോട്ടോകോൾ 3.3 ആണ് ഓടുന്നത്. 3.3 എന്ന് പറയുന്നത് പൊതുവേ അത് ഡീഫോൾട്ട് സെറ്റിംഗ് അവർ സെറ്റ് ചെയ്തിട്ടായിരുന്നു 2008 പുറത്തിറക്കിയത്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് നമുക്ക് അയാൻ്റെ മെഷീനിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ അതിൻ്റെ പാസ്വേഡ് തന്നെ ആയിരിക്കാം. അതൊരു പോസിബിലിറ്റിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഓക്കെ, ഇത് നിങ്ങൾ വേണ്ടിയാണ് അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്താൽ. നമ്മൾക്കൊരു ടൂളുണ്ട്. നമ്മൾക്ക് അയാൻ്റെ മെഷീൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ടൂളുണ്ട്. ആ ടൂളിൽ നമ്മൾ എന്ത് ചെയ്തു? അയാൻ്റെ IP അഡ്രസ്സ് അടിച്ചു. ഓക്കെ, ആ ടൂളിൻ്റെ പേര് VNC വ്യൂവർ ആണ്. അപ്പോൾ എക്സ്ട്രാക്ട് VNC വ്യൂവർ, അയാൻ്റെ IP അഡ്രസ്സ് അടിച്ചു. ആ പോർട്ട് നമ്പർ, അതായത് VNC പോർട്ട് നമ്പർ ഏതാണ്? 5900 ആണ്, അത് അടിച്ചു. അപ്പം പാസ്വേഡ് ചോദിച്ചു. പാസ്വേഡ് തന്നെയാണ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഉള്ളിൽ കയറിയപ്പം ഇങ്ങനെയായിരുന്നു ഉള്ളത്. പാസ്വേഡ് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അയാനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഹൂന്ന് അടിച്ചു. ആരൊക്കെയാണ് അയാൻ്റെ സിസ്റ്റത്തിൽ, ഏതൊക്കെ യൂസേഴ്സാണ് ഉള്ളത് എന്ന് നോക്കണ്ടേ. ഹൂന്ന് അടിച്ചപ്പോൾ ഒന്ന് അയാൻ തന്നെയാണ്, രണ്ടാമത്തത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് അയാൻ്റെ ഇതിലേക്ക് അയാൻ്റെ സ്ക്രീൻ നമ്മൾ പറഞ്ഞ എല്ലാ കാലി ലിനക്സിലെ എല്ലാം ഫയലുകളായിട്ടാണ് സേവ് ചെയ്യുക. ദാറ്റ് മീൻസ് അയാൻ്റെ സ്ക്രീനും ഒരു ഫയലാണ്. ആ സ്ക്രീനിലേക്ക് നമ്മൾക്ക് എഴുതാൻ പറ്റും. എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എക്കോ ആണ്, നമ്മൾ ആ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എക്കോ ICO അയാൻ എന്ന് കൊടുക്കുന്നു. അത് എവിടത്തേക്കാണ് കൊടുക്കേണ്ടത്? dev/tty1 അയാൻ്റെ മെഷീനിലേക്ക് കൊടുക്കുമ്പോൾ ഇതാ ഇവിടെ അയാൻ്റെ മെഷീനിൽ കാണിക്കുന്നു. ഓക്കെ, നമുക്ക് അയാൻ്റെ മെഷീനിലെ കംപ്ലീറ്റ് ആക്സസ് ഉണ്ട്. ഓക്കെ, എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് അയാൻ്റെ മെഷീനിലെ പാസ്വേഡ് വരെ മാറ്റാൻ പറ്റും. ഓക്കെ, ഹാക്ഡ് എന്ന് പറയുന്ന പാസ്വേഡ് മാറ്റാൻ പറ്റും. അയാൻ്റെ മെഷീൻ അത് റീബൂട്ട് ആയാലാണ് മനസ്സിലാവുക. ഇവിടെ ഒന്നുകൂടി കൊടുക്കണം അല്ലേ, ഹാക്ഡ്. ഓക്കെ, പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. അയാൻ്റെ മെഷീനിൽ പക്ഷേ അയാൻ ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അയാൻ ഇവിടെ എന്ത് ചെയ്തു? കൺട്രോൾ ചേർച്ച് അയാൻ്റെ പണി ഇവിടെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇനി അയാൻ ഇപ്പോഴും ആക്സസ് ഉണ്ട്, പക്ഷെ അയാൻ്റെ പാസ്വേഡ് മാറ്റി ഇനി അയാൻ്റെ മെഷീനിൽ പുറത്താക്കണം. നമുക്ക് അതിന് പുറത്താക്കണമെങ്കിൽ ഫസ്റ്റ് അവൻ്റെ മെഷീൻ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇവിടുന്ന് റീബൂട്ട് എന്ന് കമാൻഡ് കൊടുക്കും. നമ്മളുടെ മെഷീനിന് റീബൂട്ട് എന്ന് കമാൻഡ് കൊടുക്കുമ്പോൾ നോക്കോളം ഇത് നമ്മളുടെ മെഷീൻ, ഇത് അയാൻ്റെ മെഷീൻ. ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ ഖലാസ് സ്റ്റോപ്പിംഗ്. അയാൻ്റെ മെഷീനിൽ ഓരോന്നായിട്ട് ഓരോ സർവീസായിട്ട് ഇങ്ങനെ ദ സിസ്റ്റം ഈസ് ഗോയിങ് ഡൗൺ ഫോർ എ റീബൂട്ട്. ഓക്കെ, സ്റ്റോപ്പിംഗ് വെബ് സെർവർ, അങ്ങനെ ഓരോ സർവീസായിട്ട് നിർത്തി സിസ്റ്റം റീബൂട്ടിന് പോകും. ഓക്കെ, ഇനി റീബൂട്ടിന് പോയതിന് ശേഷം നമുക്ക് അയാൻ ഒന്നുകൂടി പാസ്വേഡ് അടിച്ച് നോക്കുമ്പോൾ പാസ്വേഡ് മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മാറിയിട്ടുണ്ട്. അത് റീസ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ സെഷൻ. വാസ് ദാറ്റ് ക്ലിയർ? വാസ് ദാറ്റ് ക്ലിയർ? ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒന്നുകൂടി പറയാം. ഓക്കെ, ഒഫീഷ്യലി നമ്മൾ ഹാക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ഇത് ഇത്രയും കാലം പഠിച്ചത് ഇറ്റ് വാസ് ലീഡിങ് അപ് ടു ദിസ് വൺ മൂമെന്റ് ആൻഡ് മോർ. ഇൻഷാല്ലാ ഞാൻ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. വിൻഡോസിൻ്റെ ഒരു മെഷീൻ കിട്ടുമോ നോക്കട്ടെ. ഒരു വൾണറബിൾ ആയിട്ടുള്ള മെഷീൻ കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് തരാം. നിങ്ങൾ സെറ്റപ്പ് ചെയ്താൽ ഇതിപ്പോൾ മെറ്റസ്പ്ലോയിറ്റബിൾ ആയിരിക്കും, കണ്ടുപരിചയമുണ്ടാവില്ലല്ലോ. പക്ഷേ ശരിയായ ഇപ്പുറത്ത് നമ്മുടെ മെഷീൻ ഇപ്പുറത്തെ ഒരു വിൻഡോസ് മെഷീനും വെച്ചിട്ട് ഹാക്ക് ചെയ്യും. നമ്മൾ ഇവിടുന്ന് പിക്ചർ ഡിലീറ്റ് ചെയ്യുന്നു, അവിടെ പിക്ചർ പോകുന്നു. നമ്മൾ ഇവിടുന്ന് പിക്ചർ കയറ്റുന്നു, അവിടെ പിക്ചർ വരുന്നു. ഓക്കെ, അങ്ങനെ. പക്ഷേ വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കട്ടെ, കിട്ടിയാൽ അതിൻ്റെ ISO ഫയൽ കിട്ടിയാൽ ഇൻഷാല്ലാ നമുക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ് വാസ് ടുഡേയ്സ് സെഷൻ. ഞാൻ പറഞ്ഞതിനും കൂടുതലും എന്തിലുണ്ട്? നമ്മളുടെ വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ PDF-ലുണ്ട്. ഓക്കെ, ഓരോ സ്റ്റെപ്പും 1 by 1 ഉണ്ട്. സ്റ്റെപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് സ്റ്റെപ്പിന് ട്രബിൾ ഷൂട്ടിങ്, എന്തെങ്കിലും പൊട്ടൻഷ്യൽ റോഡ് ബ്ലോക്സ് എന്തൊക്കെയാണ് വരാൻ അതിൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ അത് കൊടുത്തേക്കും. ഓക്കെ, so that was today's session. Hope that was nice. ഓക്കെ, നമ്മൾ ഉള്ളിൽ കയറിയതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ശരിക്കും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ മധുരം മനസ്സിലാവുക.
ഓക്കെ, ഒരു ഫോർബിഡൻ ഫ്രൂട്ട് എഫക്റ്റ് കിട്ടും. ഓക്കെ, സോ വേറൊരു ക്വസ്റ്റ്യൻസും ഇല്ലെങ്കിൽ റെക്കോർഡിംഗ് നൗ. അസ്സാം വലൈക്കും വാഹമത്തുള്ളാഹി വബറകാതുഹു.